സ്വാഗതം. ഭാഗം 7. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എല്ലാവർക്കും സുഖമാണ് എന്നുള്ള ഒരു വിശ്വാസത്തിന് ഇന്നത്തെ, അതായത് കഴിഞ്ഞ ക്ലാസ്സിലെ അസൈൻമെൻറ്റ് നമുക്ക് നോക്കാം. ഏതായിരുന്നു അസൈൻമെൻറ്റ്? വിച്ച് ഓഫ് ദി ഫോളോയിങ് സെറ്റ്സ് ആർ ഫൈനൈറ്റ് ഓർ ഇൻഫിനിറ്റ്? ഫൈനൈറ്റ് ആണോ ഇൻഫിനിറ്റ് ആണോ എന്ന് പറയുക. ആയിട്ടത് സെറ്റ് 1 2 3 4 5 അങ്ങനെ 100 വരെയുള്ള സംഖ്യകൾ. അത് സുഖമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. 100 വരെയുള്ള എണ്ണസംഖ്യകൾ തീർച്ചയായിട്ടും എന്താണ്? ഫൈനൈറ്റ് ആണ്. ഓക്കെ, എല്ലാവരും ശരിയാക്കിയിട്ടുണ്ടല്ലോ. അടുത്തത് സെറ്റ് ഓഫ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ഗ്രേറ്റർ ദാൻ 100. 100-നേക്കാൾ മുകളിലുള്ള എല്ലാ പോസിറ്റീവ് ഇൻറ്റിജേഴ്സും സ്റ്റാർട്ടിങ് തുടങ്ങിയിട്ടുണ്ട് 101. എന്തായാലും അതിൻ്റെ ലാസ്റ്റ് നമ്പർ എത്രയാണെന്ന് നമുക്ക് അറിയില്ല. അപ്പോൾ 100-ന് മുകളിലുള്ള എല്ലാ സംഖ്യകളും അതിൽ ഉൾപ്പെടും. പക്ഷെ ലാസ്റ്റ് സംഖ്യ അറിയില്ല, അതിനെ എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കുകയില്ല. അതുകൊണ്ട് അതെന്തിലാണ് ഉൾപ്പെടുക? അത് ഇൻഫിനിറ്റിലാണ് ഉൾപ്പെടുക. ഇൻഫിനിറ്റ് സെറ്റ്. അടുത്തത് സെറ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ് ലെസ് ദാൻ 99. 99 താഴെയുള്ള പ്രൈം നമ്പേഴ്സ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രൈം നമ്പേഴ്സിനെ തിരഞ്ഞെടുക്കാനുള്ള ഒരു മന്ത്രം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ മന്ത്രം വെച്ചിട്ട് 99 വരെയുള്ള സംഖ്യകളെ നോക്കി അരിച്ചരിച്ചരിച്ച് നോക്കി അതിലെ ഏതൊക്കെയാണ് പ്രൈം നമ്പേഴ്സ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും, എണ്ണി തിട്ടപ്പെടുത്താനായിട്ട് സാധിക്കും. സോ ഇറ്റ് ഈസ് ഫൈനൈറ്റ് സെറ്റ്. മൂന്നാമത്തെ ഉത്തരം ഫൈനൈറ്റ് സെറ്റാണ്. ഓക്കെ, അപ്പോൾ ഹോംവർക്ക്, അതായത് അസൈൻമെൻറ്റ് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് പുതിയ ഭാഗത്തേക്ക് കടക്കാം. ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. എ ഈക്വൽസ്, ടീച്ചർ ബോർഡ് എഴുതിയിട്ടുണ്ട്. എ ഈക്വൽസ് സെറ്റ് 1 2 3 4. കണ്ടില്ലേ? 1 2 3. B equals set 4 2 1 3. കണ്ടു നോക്കൂ, രണ്ട് സെറ്റ് എയും ബിയും. എയിലുള്ള എല്ലാ അംഗങ്ങളും ബിയിലുണ്ടോ നോക്കി. എയിലുള്ള എല്ലാ അംഗങ്ങളും ബിയിലുണ്ടോ? ഉണ്ട്. 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, എല്ലാതും ബിയിലുണ്ട്. അതുപോലെ ബിയിലുള്ള എല്ലാ അംഗങ്ങളും എവിടെയുണ്ട്? എയിലുണ്ട്. നോക്കിയേ, 4 ഇവിടെയുണ്ട്, 2 1 3 എല്ലാതും ഉണ്ട്. എയിലുള്ള എല്ലാ അംഗങ്ങളും ബിയിലുണ്ട്, ബിയിലുള്ള എല്ലാ അംഗങ്ങളും എയിലുണ്ട്. അങ്ങനെയെങ്കിൽ എ ഈക്വൽസ് ബി എന്ന് നമുക്ക് പറയാം. എ ഈക്വൽ ടു ബി. എ ഈക്വൽ ടു ബി. എപ്പോഴാണ് എ ഈക്വൽ ടു ബി എന്ന് പറയുക? എയിലുള്ള എല്ലാ അംഗങ്ങളും ബിയിലുണ്ടാവുകയും ബിയിലുള്ള എല്ലാ അംഗങ്ങളും എയിലുണ്ടാവുകയും ചെയ്താൽ എ ഈക്വൽസ് ബി എന്ന് നമുക്ക് പറയാം. അതിനെയാണ് ഈക്വൽ സെറ്റ് എന്ന് ടീച്ചറോട് എഴുതിയേക്കുന്നത്. കണ്ടോ? ഈക്വൽ സെറ്റ്സ്. രണ്ട് സെറ്റ് ഈക്വൽ ആണെന്ന് പറയുന്നത് എപ്പോഴാണ്? എവറി നമ്പർ ഓഫ് എ ഈസ് every member in the set A is also member of B. Every member of A is also member of B. Then അതുപോലെ തന്നെ every member of B is also a member of A. Then we say that
എ ആൻഡ് ബി ആർ ഈക്വൽ. എപ്പോഴാണ് പറയുക? ഒന്നുകൂടി പറയാം. എവരി എലിമെന്റ് ഓഫ് എ ഈസ് ഓൾസോ എലിമെന്റ് ഓഫ് ബി ആൻഡ് every element of B is also element of A, then we say that A and B are equal. A equal to B എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. A equal to B. A equals B. മനസ്സിലായോ? അപ്പോൾ എപ്പോഴാണ് ടു സെറ്റ്സ് ആർ ഈക്വൽ എന്ന് പറയുക? A and B are equal എന്ന് പറയുക every element of A is also element of B and every element of B is also element of A, then we say that A and B are equal. അതിന് എക്സാമ്പിൾ ആണ് ടീച്ചർ ഇവിടെ എഴുതിയിട്ടുണ്ട്. A equals B equals ആണ് A equal to B. ഇനി വേറെ ഉദാഹരണം. X equals the set of letters in alloy. Y equals the set of letters in loyal. രണ്ട് സെറ്റിനെ കണ്ടു എല്ലാവരും. അലോയ് എന്ന വാക്ക് ഉണ്ടാക്കാൻ ഉപയോഗിച്ച അക്ഷരങ്ങൾ, ലെറ്റേഴ്സ് ഏതെല്ലാം, ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ഏതെല്ലാം? എന്താ അലോയ് എന്ന് പറഞ്ഞാൽ? ലോഹക്കൂട്ട്, കൂട്ടിലോഹം എന്നൊക്കെ കേട്ടിട്ടില്ലേ? അത് നമുക്ക് ആവശ്യമില്ല, നമുക്ക് ആ വാക്കൊന്ന് മനസ്സിലാക്കിയാൽ മതി. അലോയ്, അലോയ് എന്ന വാക്ക് ഉണ്ടാക്കാൻ ഉപയോഗിച്ച ലെറ്റേഴ്സ് ഏതെല്ലാം? ഇതുപോലെ നമ്മൾ ഐസ്ക്രീം, മലയാളം, മാത്തമാറ്റിക്സ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അതുപോലത്തെ അലോയ്, അലോയ് എന്ന വാക്ക് ഉണ്ടാക്കാൻ ഉപയോഗിച്ച ലെറ്റേഴ്സ് ഏതൊക്കെയാണ്? എ, എൽ, പിന്നെ എൽ വന്നു. അപ്പോൾ ഒരു പ്രാവശ്യം എഴുതാൻ പാടുള്ളൂ. അതെ, ഓ, വൈ എഴുതി. അടുത്തത് ലോയൽ എന്ന വാക്ക് എഴുതാൻ ഉപയോഗിച്ച അക്ഷരങ്ങളുടെ ലെറ്റേഴ്സിൻ്റെ സെറ്റ്. എന്താ ലോയൽ എന്ന് പറഞ്ഞാൽ? ഫെയ്ത്ത്ഫുൾ, വിശ്വസ്തനായ എന്നൊക്കെയുള്ള അർത്ഥം. ലോയൽ, നമുക്കതിൻ്റെ അർത്ഥമൊന്നും ആവശ്യമില്ല, നമുക്കതിലെ അക്ഷരങ്ങളെ ആവശ്യമുള്ളൂ. ലോയൽ ഞാൻ ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. ഏതാണ് ലോയൽ എന്നുള്ള വാക്ക് എഴുതാൻ ഉപയോഗിച്ച ലെറ്റേഴ്സ്? എൽ, ഒ, വൈ, എ. എഴുതിയ മനസ്സിലായല്ലോ? റെപ്പറ്റേഷനൊന്നും ഇതിൽ രണ്ട് എല്ലുണ്ട്, രണ്ട് എല്ല് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരു പ്രാവശ്യം എഴുതാനായിട്ട് പാടുള്ളൂ. അങ്ങനെ രണ്ട് സെറ്റ് നമ്മൾ എഴുതി നോക്കി. ഇനി നോക്കിയേ, എവരി എലിമെന്റ് ഓഫ് എക്സ് ഈസ് എലിമെന്റ് ഓഫ് വൈ ആണോ നോക്കിയേ. എക്സിലുള്ള എല്ലാ എലിമെന്റ്സും വൈയിലുണ്ടോ നോക്കിയേ. എ ഉണ്ട്, എല്ലുണ്ട്, ഓ ഉണ്ട്, വൈ ഉണ്ട്. അതുപോലെ അതിലുള്ള എല്ലാ അംഗങ്ങളും ഇതിലുണ്ടോ നോക്കിയേ. വൈയിലുള്ള എല്ലാ അംഗങ്ങളും എക്സിലുണ്ടോ നോക്കിയേ. എല്ലുണ്ട്, ഓ ഉണ്ട്, വൈ ഉണ്ട്, എ ഉണ്ട്. ഇതിലുള്ളവരൊക്കെ അതിലുമുണ്ട്, അതിലുള്ളവരൊക്കെ ഇതിലുമുണ്ട്. അപ്പോൾ എന്ത് പറയാം? എക്സ് ആൻഡ് വൈ ആർ ഈക്വൽ സെറ്റ്സ് എന്ന് പറയാം. ഞാൻ എഴുതുകയാണ് എക്സ് ഈക്വൽസ് വൈ, എക്സ് ഈക്വൽസ് വൈ. നേരത്തെ എ ഈക്വൽസ് ബി, ഇവിടെ എക്സ് ഈക്വൽസ് വൈ. ഓക്കെ, നമുക്ക് നോട്ട് എഴുതാം. ഭാഗം 7 എഴുതിക്കോളൂ. ഭാഗം 7 ഈക്വൽ സെറ്റ്സ്. ഹെഡിങ് എഴുതാം, ഈക്വൽ സെറ്റ്സ്. എവരി എലിമെന്റ് ഓഫ് എ, എവരി എലിമെന്റ് ഓഫ് എ, ആ എ എന്നുള്ളത് ക്യാപിറ്റൽ എ എഴുതുക, സെറ്റാണുള്ള അർത്ഥത്തിൽ. എവരി എലിമെന്റ് ഓഫ് എ, ക്യാപിറ്റൽ എ, ഈസ് ഓൾസോ എലിമെന്റ് ഓഫ് ബി. അപ്പോൾ ബി എങ്ങനെ എഴുതണം? ക്യാപിറ്റലിൽ എഴുതണം. എവരി എലിമെന്റ് ഓഫ് എ ഈസ് ഓൾസോ എലിമെന്റ് ഓഫ് ബി ആൻഡ് every element of B, a B capital letter, is also element of A, also element of A, then
we say that, then we say that A and B are equal. A and B എന്നുള്ളത് A എന്നുള്ളത് capital letter and B capital letter. A and B are equal. Equal sets എഴുതിക്കോളൂ. A and B are equal sets. Example. ഓടുന്നുണ്ട്. A equals B equals, then A equal to B. A equal to B. Next one, X equal to the set of letters in alloy, Y equal set of letters in loyal. ഇത് കഴിഞ്ഞ് എക്സ് ഈക്വൽസ്, അതിനെ റോസ്റ്റർ ഫോമിൽ എഴുതണം, പെട്ടെന്ന് പറയാൻ കിട്ടില്ല. റോസ്റ്റർ ഫോമിൽ എഴുതി നോക്കിയിട്ട് ഇതിലെ എലിമെൻറ്റ്സ് ഒക്കെ അതിലുണ്ടോ, ഇതിലുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം എക്സ് ഈക്വൽ ടു വൈ എന്ന് താഴെ എഴുതാം. എക്സ് ഈക്വൽ ടു വൈ. വേറെ ഉദാഹരണങ്ങൾ ബോർഡിൽ കിടക്കുന്നുണ്ട്. തേർഡ് വൺ, ഇ ഈക്വൽസ് സെറ്റ് 2, 4, 6, 8, 10. F equals set x such that x is positive even integer less than or equal to 10. രണ്ട് സെറ്റ്. ആദ്യത്തത് റോസ്റ്റർ മെത്തേഡിലും രണ്ടാമത്തത് സെറ്റ് ബിൽഡർ ഫോമിൽ കിടക്കുന്നത്. സെറ്റ് ബിൽഡർ ഫോമിൽ കിടക്കുന്ന സെറ്റിലെ അതിലെ അംഗങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. 10 താഴെയുള്ള ഈവൺ ഇൻറ്റിജേഴ്സ്, 10 താഴെയുള്ള ഈവൺ ഇൻറ്റിജേഴ്സ്, അത് തന്നെയല്ലേ ഇവരും മുകളിൽ എഴുതിയത്. 10 താഴെയുള്ള ഈവൺ ഇൻറ്റിജേഴ്സ് അതൊക്കെയാ പോസിറ്റീവ് ഈവൺ ഇൻറ്റിജേഴ്സ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2, 4, 6, 8 ഈക്വൽ ടു വന്നിട്ടുണ്ട് 10. ഇത് തന്നെയല്ലേ ഇത്. സെറ്റ് ഇയിലുള്ള എല്ലാ അംഗങ്ങളും സെറ്റ് എഫിലുണ്ട്. സെറ്റ് എഫിലുള്ള എല്ലാ അംഗങ്ങളും സെറ്റ് ഇയിലുണ്ട്. Then we say that E and F are equals. E equal to F എന്ന് എഴുതാം. E equal to F. E equal to F. മനസ്സിലായല്ലോ? അത് എഴുതിത്തോളൂ. E equal to F. അടുത്തത് നോക്കിയേ. A ഈക്വൽസ് 5ന്റെ മൾട്ടിപ്പിൾസ് എഴുതിയാണ്. 5, 10, 15, 20, 25 എക്സെട്ര. മൾട്ടിപ്പിൾസ് ഓഫ് 5. അടുത്തതോ മൾട്ടിപ്പിൾസ് ഓഫ് 10, 10, 20, 30, 40 എക്സെട്ര. ഇവിടെ നോക്കി, എയിലുള്ള അംഗങ്ങൾ ബിയിലുണ്ടോ? ഉണ്ടാവില്ല. നോക്കി, ചിലവരൊക്കെ ഉണ്ടാവും. എല്ലാ അംഗങ്ങളും വേണം. എയിലുള്ള എല്ലാ അംഗങ്ങളും ബിയിലുണ്ടാവണം. ബിയിലുള്ള എല്ലാ അംഗങ്ങളും എയിലുണ്ടാവോ? ചിലവരൊക്കെ ഉണ്ടാവും, പക്ഷെ എല്ലാവരും ഇല്ല. എയിലുള്ള എല്ലാ അംഗങ്ങളും ബിയിലുണ്ടാവുകയും ബിയിലുള്ള എല്ലാ അംഗങ്ങളും എയിലുണ്ടാവുകയും ചെയ്താൽ മാത്രമേ എ ആൻഡ് ബി ആർ ഈക്വൽ ആവുള്ളൂ. അപ്പോൾ എയിലുള്ള എല്ലാ അംഗങ്ങളും ബിയിലുണ്ടോ? ഇല്ല. ബിയിലുള്ള എല്ലാ അംഗങ്ങളും എയിലും ഇല്ല. സോ ദേ ആർ നോട്ട് ഈക്വൽ. അപ്പോൾ അതിൻ്റെ അവിടെ സൈഡിൽ നമുക്ക് എഴുതാം എ നോട്ട് ഈക്വൽ ടു ബി. മനസ്സിലായി? അപ്പോൾ ഈക്വൽ അല്ലാത്ത സെറ്റും മനസ്സിലായി, ഈക്വൽ ആയ സെറ്റും മനസ്സിലായി. ഇതും എഴുതിത്തോളൂ. എന്നിട്ട് നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് കടക്കാം. ഇനി നമ്മളൊക്കെ
കേരളീയരല്ലേ? സംശയമുണ്ടോ? നമ്മളൊക്കെ കേരളീയരാണ്. അതുപോലെ തന്നെ നമ്മളൊക്കെ ഭാരതീയരുമല്ലേ? ആണ്. നമ്മൾ ഒരേ സമയം നമ്മൾ കേരളീയരുമാണ്, അതേസമയം ഭാരതീയരുമാണ്. ശരിയല്ലേ? എന്നാൽ എല്ലാ കേരളീയരും ഭാരതീയരല്ലേ? അല്ലേ? എല്ലാ കേരളീയരും ഭാരതീയരാണ്. എന്നാൽ എല്ലാ ഭാരതീയരും കേരളീയരാണോ? അല്ല. തമിഴ് നാട്ടുകാരുണ്ട്, കാശ്മീരികളുണ്ട്, ബംഗാളികളുണ്ട്, കുറേ ആൾക്കാരുണ്ട് അല്ലേ? ഭാരതത്തിൽ കുറേ സംസ്ഥാനങ്ങളുണ്ട്. കേരളീയർ എല്ലാവരും ഭാരതീയരാണ്. കാരണം ഭാരതത്തിലെ ഒരു സ്റ്റേറ്റാണ് കേരളം. അപ്പൊ കേരളീയരെല്ലാം ഭാരതീയരാണ്. പക്ഷേ ഭാരതീയരെല്ലാം കേരളീയരല്ല. നമുക്കിതിനെ എ എന്ന് പേര് കൊടുക്കാം. ഈ ഭാരതീയരെ ബി എന്ന് പേര് കൊടുക്കുക. എ ബി പേര് കൊടുത്തു. അപ്പോ എയിലുള്ള എല്ലാവരും ബിയിലുണ്ട്. എന്നാൽ ബിയിലുള്ളവരോ എല്ലാവരും എയിലില്ല. ഈ തൊട്ട് മുമ്പ് നമ്മൾ ഈക്വൽ സെറ്റിൽ പഠിച്ചത് എയിലുള്ള എല്ലാവരും ബിയിലുണ്ട്, ബിയിലുള്ളവരൊക്കെ എയിലുണ്ട്. അതായിരുന്നു. ഇവിടെ അതല്ല കേസ്. ഇവിടെ എയിലുള്ള എല്ലാവരും ബിയിലുണ്ട്, ബിയിലുള്ളവര് എയിലെ എല്ലാവരും ഉണ്ടാകണമെന്ന് ഇല്ല. വേറെ ഉദാഹരണം പറയാം. ഇവിടെ നിങ്ങളൊക്കെ +1 ക്ലാസ്സിലെ കുട്ടികളാണ്. ആ +1 ക്ലാസ് സ്ഥിതി ചെയ്യുന്ന ഒരു ഹയർ സെക്കൻഡറി സ്ഥാപനം എന്തായിരിക്കും? വലിയത് അല്ലേ? അപ്പോൾ +1 എല്ലാ കുട്ടികളും ആ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളാണ് അല്ലേ? എന്നാൽ ഹയർ സെക്കൻഡറിയിൽ 1-ാം ക്ലാസ് തൊട്ട് 12-ാം ക്ലാസ് വരെയുള്ള കുട്ടികളുണ്ട്. അവര് മുഴുവൻ +1 ഇല്ല. +1 എല്ലാ കുട്ടികളും ഹയർ സെക്കൻഡറിയിലുണ്ട്. പക്ഷെ ഹയർ സെക്കൻഡറി എന്ന് പറഞ്ഞാൽ 1 മുതൽ 12 വരെയുള്ള ക്ലാസ്സിലെ കുട്ടികളാണ്. അവര് മുഴുവൻ +1 ഇല്ല. എന്തുപോലെ ഭാരതീയരെല്ലാവരും കേരളീയരല്ല. എന്നാൽ കേരളീയരെല്ലാം ഭാരതീയരാണ്. +1 കുട്ടികളെല്ലാം ഹയർ സെക്കൻഡറിയിലെ കുട്ടികളാണ്. അപ്പോൾ എനിക്കിപ്പോൾ പറയാനുള്ളത് പുതിയൊരു ഡെഫിനിഷനാണ്. അതായത് എയിലുള്ള എല്ലാ മെമ്പേഴ്സും ബിയിലുണ്ടെങ്കിൽ, എയിലുള്ള എല്ലാ മെമ്പേഴ്സും ബിയിലുണ്ടെങ്കിൽ എ ഈസ് എ സബ്സെറ്റ്. പുതിയൊരു വാക്ക് നമ്മൾ പഠിച്ചു, സബ്സെറ്റ്. ഹെഡിങ് എഴുതിയേക്കുന്നു, സബ്സെറ്റ്. A is a subset of B. A is a subset of B എന്ന് പറയാം. അപ്പൊ ബിനെ വേറൊരു വാക്ക് പറയും. ബിനെ പറയുന്ന പേരാണ് B is a superset of A. B is a superset of A. B is a B is a superset of A. എന്നെ പറയുന്ന പേര് സബ്സെറ്റ്. നേരത്തെ പഠിച്ചത് ഈക്വൽ സെറ്റ്. ഈക്വൽ സെറ്റ് ആകുമ്പോൾ എവരി എലിമെന്റ് ഓഫ് എ ഈസ് ഓൾസോ എലിമെന്റ് ഓഫ് ബി, എവരി എലിമെന്റ് ഓഫ് ബി ഈസ് ഓൾസോ എലിമെന്റ് ഓഫ് എ. അങ്ങനെയാവണം. ഇത് ഒരെണ്ണം മാത്രമായാൽ മതി. എയിലുള്ള എല്ലാ അംഗങ്ങളും ബിയിലുണ്ടായാലും മതി.
ബിയിലുള്ള എല്ലാ അംഗങ്ങളും എയിലുണ്ടാവണമെന്നില്ല, ഉണ്ടാവാൻ പാടില്ല. അപ്പം അങ്ങനെയുള്ള സെറ്റിനെ, ആ ചെറിയ സെറ്റിനെ, കേരളീയർ എന്ന് പറയുന്ന ആ ചെറിയ സെറ്റിനെ പറയുന്ന പേരാണ് സബ്സെറ്റ് ഓഫ് ബി, ഭാരതീയരുടെ. അതുപോലെ +1 ക്ലാസ്സിലെ കുട്ടികൾ അവരവർ പഠിക്കുന്ന വലിയ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഒരു സബ്സെറ്റാണ്, ചെറിയൊരു സെറ്റാണ്. അതാണ് സബ്സെറ്റ് ആൻഡ് സൂപ്പർ സെറ്റ്. വലിയ സെറ്റിനെ സൂപ്പർ സെറ്റ് എന്നും ചെറിയ സെറ്റിനെ സബ്സെറ്റ് എന്നും പറയുന്നു. മനസ്സിലായോ? അപ്പോൾ എങ്ങനെയാണ് സബ്സെറ്റിൻ്റെ ഡെഫിനിഷൻ കൊടുക്കുക? എവരി എലിമെൻറ്റ് ഓഫ് എ ഈസ് ഓൾസോ എലിമെൻറ്റ് ഓഫ് ബി, അത്രയേ ഉള്ളൂ. ദെൻ എ ഈസ് കോൾഡ് എ സബ്സെറ്റ് ഓഫ് ബി ആൻഡ് ബി ഈസ് കോൾഡ്, ബീനെ തിരിച്ച് പറയുമ്പോൾ സൂപ്പർ സെറ്റ് ഓഫ് എ. ബി ഈസ് കോൾഡ് സൂപ്പർ സെറ്റ് ഓഫ് എ എന്നും പറയും. ഉടനെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, മാത്സ് നീട്ടിപ്പിടിച്ച് വലിച്ച് ഇങ്ങനെ എഴുതുന്നില്ല. ഉടനെ വന്നു സിംബോളിക് റെപ്രസെൻറ്റേഷൻ. സിംബോളിക് റെപ്രസെൻറ്റേഷൻ ഞാൻ ഈ ഭാഗം മാറ്റട്ടെ, അല്ലെങ്കിൽ സിംബോളിക് റെപ്രസെൻറ്റേഷൻ ഇവിടെ എഴുതാം. എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി എന്നുള്ളതിന് എ ഇങ്ങനെ പറയാം. ഒരു സിയിലെ ആ സി ഒന്ന് നീട്ടി എഴുതുക, സി നീട്ടി എഴുതുക. എ സബ്സെറ്റ് ഓഫ് ബി. അതുപോലെ സൂപ്പർ സെറ്റിൻ്റെ അടയാളം ബി ഈസ് എ സൂപ്പർ സെറ്റ് ഓഫ്, തിരിച്ചിടുക, എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി ആൻഡ് ബി ഈസ് എ സൂപ്പർ സെറ്റ് ഓഫ് എ. ഉടനെ അടയാളം. അപ്പോൾ സബ്സെറ്റിൻ്റെ അടയാളം മനസ്സിലായി, സൂപ്പർ സെറ്റിൻ്റെ അടയാളം മനസ്സിലായി. എഴുതിയെടുക്കുക, ഹെഡിങ് എഴുതിക്കോ, സബ്സെറ്റ് ആൻഡ് സൂപ്പർ സെറ്റ്, ഹെഡിങ് എഴുതുക. വേണമെങ്കിൽ ഇതൊക്കെ വീഡിയോയിലുണ്ട്, അപ്പോൾ പിന്നെ അത് നോക്കിയാൽ മതിയല്ലോ, എഴുതണ്ട. പക്ഷെ ഒരു നോട്ട് എഴുതിക്കോളൂ. എവരി എലിമെൻറ്റ് ഓഫ് എ, എവരി എലിമെൻറ്റ് ഓഫ് എ ഈസ് ഓൾസോ element of B. Every element of A is also element of B. Then A is, then we call A is a subset of B. Then we call A is a subset of B. And B is called superset of A. Superset. Superset of B is called superset of A. എന്നിട്ട് എഴുതുക, A is a subset of B എന്ന് എഴുതിയിട്ട് അതിൻ്റെ സൈഡിൽ ഒന്ന് അവിടെ എഴുതിക്കോളൂ. A is a subset of B. B is a superset of A. അപ്പുറത്ത് എഴുതിക്കോ, അവിടെ എഴുതിനേക്കാൾ നല്ലത് അവിടെ എഴുതുകയാണ് നിങ്ങളുടെ ഇഷ്ടം. B is a superset of A. രണ്ട് നൊട്ടേഷനും പഠിച്ചു. അപ്പോൾ എവരി എലിമെൻറ്റ് ഓഫ് എ ഈസ് ഓൾസോ എലിമെൻറ്റ് ഓഫ് ബി. ബിയിലെ തിരിച്ചിടാൻ ഈക്വൽ സെറ്റ് ആകുമ്പോൾ തിരിച്ചും വേണം, അതാണ് വ്യത്യാസം. ഇനി സബ്സെറ്റ് എന്ന് പറയുമ്പോൾ ചെറുത് എന്നുള്ളൊരു ഓർമ്മ ഉണ്ടാവുക. സൂപ്പർ സെറ്റ് വലുത്, സബ്സെറ്റ് ചെറുത്. കേരളം, ഭാരതം, അങ്ങനെ ഓർക്കുക. +1 ക്ലാസ് നമ്മൾ പഠിക്കുന്ന വലിയ ഹയർ സെക്കൻഡറി സ്കൂള്, ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. അപ്പോൾ സബ്സെറ്റും സൂപ്പർ സെറ്റും മനസ്സിലായി. ഇനി ഞാൻ ഏതാനും ഉദാഹരണങ്ങൾ എഴുതാം. ഏതാനും ഉദാഹരണങ്ങൾ ബോർഡിൽ ടീച്ചർ എഴുതിയിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. സബ്സെറ്റിനുള്ള ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? ഉദാഹരണങ്ങൾ ആദ്യത്തത്, n ഈക്വൽസ് സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. n ഈക്വൽസ് സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. a ഈക്വൽസ് 10 താഴെയുള്ള എണ്ണൽ സംഖ്യകൾ. 10 താഴെയുള്ള എണ്ണൽ സംഖ്യകൾ തീർച്ചയായും
നാച്ചുറൽ നമ്പേഴ്സിൽ ഉൾപ്പെടുമല്ലോ. 10 താഴെയുള്ള നാച്ചുറൽ നമ്പേഴ്സും മറ്റത് വെറും നാച്ചുറൽ നമ്പേഴ്സും. അപ്പോൾ എ ഈസ് എ സബ്സെറ്റ് ഓഫ് എൻ. എ ഈസ് എ സബ്സെറ്റ് ഓഫ് എൻ. എളുപ്പമല്ലേ? എ ചെറിയൊരു സെറ്റ്, എൻ വലിയൊരു സെറ്റ്. മനസ്സിലായി വിചാരിക്കുന്നു. അടുത്ത എക്സാമ്പിൾ, എ ഈക്വൽസ് സെറ്റ് ഓഫ് ഈവൺ ഇൻറ്റിജേഴ്സ്. ഇരട്ട സംഖ്യകളുടെ വലിയൊരു സെറ്റ്. ബി എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സ്, എല്ലാ ഇൻറ്റിജേഴ്സും ഉൾപ്പെട്ടു, എട്ടകളും ഒറ്റകളൊക്കെ ചേർന്നത് ബി. എന്ന് പറയുന്നത് ഇരട്ട സംഖ്യകൾ മാത്രം, ഈവൺ ഇൻറ്റിജേഴ്സ് മാത്രം. അപ്പോൾ ഏതാ ചെറുത്? ഈവൺ ഇൻറ്റിജേഴ്സ്, മറ്റേ മൊത്തം ഇൻറ്റിജേഴ്സ്. അപ്പോൾ എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി. എ എന്ന് പറയുന്നത് ഈവൺ ഇൻറ്റിജേഴ്സും ബി എന്ന് പറയുന്നത് സെറ്റ് ഓഫ് മൊത്തം ഇൻറ്റിജേഴ്സും, എല്ലാ ഇൻറ്റിജേഴ്സും. അപ്പോൾ സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സ്. അപ്പോൾ എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി. മനസ്സിലായോ? ചെറിയ സെറ്റിനെയാണ് സബ്സെറ്റ് എന്ന് പറയുക. മാത്രമല്ല എയിലുള്ള എല്ലാ അംഗങ്ങളും അതിൽ വലിയ സൂപ്പർ സെറ്റിൽ ഉണ്ടാവുകയും വേണം. അതാണ് നിബന്ധനകൾ. അടുത്തത് രണ്ടും എന്തിന് ഉദാഹരണങ്ങളാണ്? സബ്സെറ്റിനെ ഉദാഹരണങ്ങളാണ്. ഇത് രണ്ടൊന്ന് എഴുതിയെടുക്കൂ, നോട്ടിൽ എഴുതിയെടുക്കുക. ഈ സെറ്റും നോട്ടിൽ എഴുതിയെടുക്കുക. 1 and 2. അടുത്തത് മൂന്നാമത്തെ സെറ്റ് ടീച്ചർ വിട്ട് എഴുതിയിട്ടുണ്ട്. എ ഈക്വൽസ് സെറ്റ് ഓഫ് ട്രയാങ്കിൾ ഇൻ എ പ്ലെയിൻ. ട്രയാങ്കിൾസ്. ബി ഈക്വൽസ് സെറ്റ് ഓഫ് റെക്റ്റാങ്കിൾസ് ഇൻ എ പ്ലെയിൻ. ട്രയാങ്കിളുകൾ മുഴുവൻ കെടുക്കുന്നു, മറ്റത് റെക്റ്റാങ്കിൾ മുഴുവൻ കെടുക്കുന്നു. പ്ലെയിനിലുള്ള എല്ലാ റെക്റ്റാങ്കിളും ഒരു സെറ്റ്, എല്ലാ ട്രയാങ്കിളും ഒരു സെറ്റ്. ട്രയാങ്കിളിൻ്റെ സെറ്റിലെ റെക്റ്റാങ്കിൾ ഉൾപ്പെടുമോ? ഇല്ല. ട്രയാങ്കിളുകളുടെ സെറ്റ് ഒരു ഭാഗത്ത് ആണ്, അവരും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇതിൻ്റെ ഉള്ളിലൊന്നും കിടക്കുന്നില്ല. ട്രയാങ്കിൾ വേറെ സെറ്റാണ്, റെക്റ്റാങ്കിൾ വേറെ സെറ്റാണ്. അവർ തമ്മിൽ ഒരു ബന്ധവുമില്ല, വെവ്വേറെ എടുക്കുകയാണ്. അപ്പോൾ എയിലുള്ള അംഗങ്ങളൊക്കെ ബിയിലുണ്ടോ? ഒറ്റ അംഗം പോലും ഇല്ല. ധൈര്യമായിട്ട് പറയാം, ഒറ്റ അംഗം പോലും ഉണ്ടാവില്ല. അതുകൊണ്ട് എ ഈസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് ബി. നോട്ട് അതിന് സൂത്രമുണ്ട്, വെട്ടുക, അത്രയേ ഉള്ളൂ. എ ഈസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് ബി. എ ഈസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് ബി. അത്രയേ ഉള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ ഏതായാലും ഉദാഹരണങ്ങൾ സബ്സെറ്റിനും അതുപോലെ തന്നെ സൂപ്പർ സെറ്റിനൊക്കെ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് അസൈൻമെൻറ്റിലേക്ക് കടക്കാം.